السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم فمن يكفر بآيات الله فإن الله سريع الحساب. വേദിയിലിരിക്കുന്ന സമാദരണീയനായ അധ്യക്ഷൻ, ISM-ന്റെയും KNM-ന്റെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹൃദയരായ കാരണവന്മാരെ, സത്യാന്വേഷികളായ യുവാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരിമാരെ, മൃഗങ്ങൾക്ക് ചരിത്രമില്ല. ചരിത്രത്തെക്കുറിച്ച് അവരാലോചിക്കാറില്ല. ചരിത്രബോധത്തിൽ നിന്നവർ ഊർജം ഉൾക്കൊള്ളാറില്ല. മാനവകുലം ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നു, സംസ്കാരത്തെക്കുറിച്ച് വിചിന്തനം നടത്തുന്നു, തങ്ങളുടെ നാഗരികതകളെക്കുറിച്ച് ആലോചനകൾ നടത്തുന്നു. ലോകമിന്ന് കടന്നു പോകുന്ന വളരെ നിർണായകമായ ഒരു ദശാസന്ധിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ലോകത്തിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിപ്രാകൃതമായിട്ടുള്ള, അതിക്രൂരമായിട്ടുള്ള ഒരിടപെടൽ ഈ സമ്മേളനത്തിന്റെ ഒടുവിൽ ഇവിടെ ആവർത്തിക്കണമെന്ന്, സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിന്റെ അപനിർമ്മിതി ഒരു മനുഷ്യകുലത്തിനോടുള്ള, മാനവികതയോടുള്ള, നാഗരികതയോടുള്ള ഏറ്റവും വലിയ കടുത്ത ഇടപെടലും ക്രൂരതയുമാണ്. എന്റെ ചരിത്രവും വേരും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് ഇടപെടലുകൾ ഉണ്ടായി മാറുമ്പോൾ, നിന്റെ ചരിത്രം ഇന്നതാണ് എന്ന് എന്നെ ബോധിപ്പിക്കാൻ ചില ആളുകൾ കടന്നു വരുമ്പോൾ, അപനിർമ്മിതികൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ ചിത്രമാണ്. ഇന്ന് ലോകത്ത് വളരെ ആസൂത്രിതമായിട്ടുള്ള ചരിത്രത്തിന്റെ അപനിർമ്മിതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും മാനവകുലത്തിനുമേൽ അധിനിവേശങ്ങൾ നടത്തുമ്പോൾ ബോധപൂർവമായി ഉപയോഗിച്ചിട്ടുള്ള കടുത്ത അനീതിയാണ് ചരിത്രത്തിന്റെ അപനിർമ്മിതി എന്ന് പറയുന്നത്. സാമ്രാജ്യത്വവും സയണിസവും ലോകത്ത് ചരിത്രത്തിന്റെ അപനിർമ്മിതികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപനിർമ്മിതിക്ക് വിധേയമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധികൾ ഇങ്ങനെയൊരു മഹാനഗരിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു പോകാനുള്ള ആർജവവും നട്ടലും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഈ നഗരി ഉൾക്കൊള്ളുന്ന തൃശ്ശൂരിന് ഒരു ചരിത്രമില്ലേ? കേരളത്തിലെ മുസ്ലിംകളുടെ ഉജ്ജ്വലമായ പാരമ്പര്യത്തിന്റെ തുടക്കം ഞാൻ ഈ നിൽക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ നഗരിയിൽ നിന്ന് 40 കിലോമീറ്ററുകൾക്കപ്പുറത്ത് കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്ന ഒരു പായ്ക്കപ്പലിൽ 12 പേരായി എത്തിയിട്ടുള്ള ഒരു സംഘത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ചരിത്രത്തിൽ ചില യാദൃച്ഛികതകളുണ്ട്, സുന്ദരമായ യാദൃച്ഛികതകൾ. അതിലൊന്നാണ്, കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന മഹാപ്രസ്ഥാനത്തിന്റെയും ആവിർഭാവം എന്നത് തന്നെയാണ്. ഇസ്ലാം അതിന്റെ കാരുണ്യവും സ്നേഹവും ഉദ്ഘോഷിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ, ആ കടന്നു വന്ന നാടിൽ തന്നെയായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും ആവിർഭാവം എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നമ്മൾ വേറിട്ട് നിൽക്കാൻ പാടില്ല. ലോകത്തിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള ചരിത്രത്തിന്റെ അപനിർമ്മിതിയിൽ നമ്മുടെ ചരിത്രബോധം നമ്മളെ ആവേശോജ്വലമായിട്ടുള്ള കർമ്മത്തിന് പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ലോകത്തോട് ചില ആളുകൾ പറയുന്നു, ഇവർ പ്രാന്തവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്, ഇവർ അപരന്മാരാണ്, ഇവരെ നിങ്ങൾ ഭീതിയോടുകൂടി നോക്കുക എന്ന് പറയുന്നു ചില ആളുകൾ.
അവരുടെ ചരിത്ര നിർമ്മിതികൾ ആവോളം നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവരുടെ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. ഞാനും നിങ്ങളും നിസ്സഹായരായി നിന്നുകൊണ്ട് ആലോചിക്കാറുള്ളത് എന്റെ ചരിത്രം, എന്റെ നാഗരികത ഇത്രമാത്രം വൃത്തികെട്ടതാണോ എന്നാലോചിക്കുമ്പം അറിയുക, അപനിർമ്മിതിയുടെ ചരിത്രത്തിന് നേരെ നമ്മൾ പടവാളുകൾ ഉയർത്തേണ്ടതുണ്ട്. എഴുത്തിന്റെ, കലയുടെ, സാഹിത്യത്തിന്റെ പടവാളുകൾ ഉയർത്തേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു പോയിക്കൊണ്ട് ഈ സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികളുടെ ചരിത്രത്തിനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇവർ നടത്തിയിട്ടുള്ള നരമേധങ്ങളെ കുറിച്ചു, ഇവർ ലോകത്ത് നടത്തിയിട്ടുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇന്നും അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന നരമേധങ്ങളെ കുറിച്ച്. ലോകത്തേത് മതമാണ്, ലോകത്തേത് സംസ്കാരമാണ് ഇതുപോലെ അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ആഫ്രിക്കയിലേക്ക് കടന്നു ചെന്ന് കറുത്ത മക്കളെ മുഴുവനും കൈച്ചങ്ങലകളിലും കാൽച്ചങ്ങലകളിലും ബന്ധിച്ചുകൊണ്ട് പായ്ക്കപ്പലുകളിൽ കൊണ്ടുവന്ന് അടിമകളാക്കി വെച്ച ഈ സായ്പന്മാർ പറയുന്ന ചരിത്രം, ഇവർ പറയുന്ന നാഗരികത, അത് നമ്മൾ സ്വീകരിക്കുവാൻ പാടില്ല. ഇറാഖിലേക്ക് കടന്നു വന്നു അവിടെയുള്ള പിഞ്ചുമക്കളെ മുഴുവനും കൊന്നൊടുക്കി ഇവർ പറയുന്ന കാരുണ്യത്തിന്റെ വേദവാക്യങ്ങളെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുവാൻ പാടില്ല. അഫ്ഗാനിന്റെ മലമടക്കുകളിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചുകൊണ്ട് അവരുടെ നാഗരികതകളെയും സംസ്കാരങ്ങളെയും തച്ചു തകർത്തവരുടെ സംസ്കാരത്തിനെ സ്വീകരിക്കുവാൻ പാടില്ല. ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ, സംസ്കാരങ്ങളുടെ സംഘട്ടനം ലോകത്ത് നടക്കണമത്രേ. ഏതാണ് അവർ പറയുന്ന സംസ്കാരം? ഈ അധിനിവേശത്തിന്റെ സംസ്കാരം, രക്തരൂക്ഷിതമായിട്ടുള്ള മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള സംസ്കാരം. ആ സംസ്കാരം ഇവിടെ പുലർന്നു കാണണമെന്നവർ ആഗ്രഹിക്കുന്നു. സുന്ദരമായ മതത്തിന്റെ, ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങൾ തകർന്നു പോകണമെന്നവർ ആഗ്രഹിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറെയുണ്ട് എന്നറിയുക. നമ്മുടെ ഈ നാട്, കേരളം പോലും സവിശേഷമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഇടപെടൽ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും മതിൽക്കെട്ടുകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബോധപൂർവമായ മതിൽക്കെട്ടുകൾ. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു അപരവൽക്കരണം, ഒരു ഫോബിയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ യുവത്വത്തിന്റെ പ്രതിനിധികൾ നിസ്സഹായരായി നിശബ്ദരായി നിൽക്കുവാൻ പാടില്ല. മാധ്യമങ്ങൾ പോലും, സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട മാധ്യമങ്ങൾ പോലും ചരിത്രത്തിന്റെ ഈ അപനിർമ്മിതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അവർ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തുപയോഗിച്ചിട്ടുള്ള ഒരായുധം. ആ ആയുധം ഇന്നും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലക്ക്, പ്രതിനിധി എന്നുള്ള നിലക്ക് എനിക്കറിയാം, ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികൾ പോലും പ്രാന്തവൽക്കരിക്കപ്പെടുന്നു.